സ്വഭാവത്തിലുള്ളതായോ ഇന്ന് ഈ അഴിമതി കഥയിലേക്ക് വീണ്ടും ഈ വിഷയത്തെ ചുരുക്കുക വഴി പിണറായി വിജയൻ നിർവഹിച്ചത്? അത് മാത്രമല്ല വേണു, ഇത് പെട്ടെന്ന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇങ്ങനത്തെ ചില ഗിമ്മിക്സുകൾ അറിയാം. ഒരു വലിയ പ്രശ്നമുണ്ടായി നിൽക്കുമ്പോൾ, ഒരു കാര്യം പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ചെറിയൊരു അംശം പറഞ്ഞ് പെട്ടെന്ന് വളരെ ആവേശം കൊള്ളിച്ച് അതിനെ വഴിതിരിച്ചു വിട്ട് എല്ലാം ആളുകൾ മറക്കും. ഇത് മാത്രമല്ല, ബോട്ടപകടം മുതൽ ജിഷ വരെ എല്ലാം നമ്മൾ കണ്ടതാണ്. ഇതെങ്ങനെ തന്നെയാണ്, ഇതൊരു രീതിയാണ്. ഇപ്പോൾ ഒരൊറ്റ ഉദാഹരണം, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ അല്പം മാറി എന്ന് ദേവഗിരിയിൽ പോയി മുഖ്യമന്ത്രി പറയുന്നു. കഴിഞ്ഞ 15-20 കൊല്ലമായി കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നവരല്ലേ. ഞാൻ ഒരു സർക്കാരിനെയും മാറ്റി പറയുന്നില്ല. കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുക, കൊള്ളയടിക്കുക കേരളത്തിലെ വിദ്യാർത്ഥികളെ. ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ബിജുവിനെ പോലെയുള്ള വളരെ എൻ്റെ സുഹൃത്തുക്കൾ വിദ്യാർത്ഥി നേതാക്കളൊക്കെ ആയിരുന്ന ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഈ പാമ്പാടി കോളേജിൽ നടന്നത് ആദ്യമായിട്ടാണോ കേരളത്തിലെ ആളുകൾ അറിയുന്നത്? കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ, കേരളത്തിലെ വിദ്യാർത്ഥി നേതാക്കൾ, കേരളത്തിലെ മാനേജ്മെൻറ്റുകൾ, മത നേതാക്കൾ, മാധ്യമങ്ങൾ ആദ്യമായിട്ടാണോ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിയണേ? ഒരു വിദ്യാർത്ഥി മരിക്കുമ്പോഴാണോ, ഇപ്പോൾ രോഹിത് മൂലം മരിക്കുമ്പോഴാണ് നമുക്ക് ദളിതർക്ക് പ്രശ്നമുണ്ടെന്ന് അറിയുന്നത്? അങ്ങനെയാണോ ഈ സംഭവം? അല്ല, ഇതെല്ലാവർക്കും അറിയാം. ഇത് പക്ഷേ മറികടക്കാൻ കഴിയാതെ വരുന്നു. അത് വളരെ പെട്ടെന്ന് പ്രകടമായി നമ്മുടെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നം വരുന്നു. ഇതെങ്ങനെയാണ് മറികടക്കുക? ഇത് മറികടക്കണമെങ്കിൽ ചില സൂത്രപ്പണികളുണ്ട്. ആ സൂത്രപ്പണി എന്താ? ഇപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിനെതിരെ പറഞ്ഞു. ഉടനെ ഇപ്പോൾ ഫസൽ സാറ് പറഞ്ഞ മാതിരി കുറേ ആളുകൾ ഇത് മതന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നം, മറ്റേ പ്രശ്നം, ഈ പ്രശ്നം. അപ്പം വേണു ചോദിച്ചതുപോലെ ഇവിടെയുള്ള കൊള്ള, മനുഷ്യാവകാശ ലംഘനം, ഇത് മുഴുവൻ മാറ്റിവെക്കപ്പെടും. ഇത് സഭയുടെ മാത്രമല്ല, ഞാൻ പറയുന്നത് കേരളത്തിലെ സ്വാശ്രയ വിദ്യാഭ്യാസ രംഗം ആകെ ഇതിന് ഉത്തരവാദികൾ, ഇവിടെ മാറി മാറി ഭരിച്ചവർ, അവർ ഇതിനെ നിയന്ത്രിക്കാൻ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഈ ഗവൺമെൻറ് വന്നിട്ട് അവസാനം കഴിഞ്ഞ തവണ ഫീസ് കൂട്ടി കൊടുക്കല്ലേ? ഫീസ് കൂട്ടി കൊടുക്കുക, കുറയ്ക്കുകയല്ല. അവർ ചോദിച്ചേക്കാൾ കൂടുതൽ അവർക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ഇവരെ നിയന്ത്രിക്കാൻ പറ്റില്ല. നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഫീസിൻ്റെ കാര്യത്തിലോ പ്രവേശനത്തിൻ്റെ കാര്യത്തിലോ നമുക്ക് മുഹമ്മദ് കമ്മിറ്റി ഉണ്ട്. എപ്പോഴെങ്കിലും അക്കാഡമിക് കാര്യത്തിൽ, അതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ, ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളുടെയൊക്കെ ക്വാളിറ്റിയെക്കുറിച്ച് ആർക്കറിയാത്തത്? 5%, 6%, 8% ജയിക്കണേ. അതുപോലും ഇതുവരെ എന്തേ പൊതുമണ്ഡലത്തിൽ ചർച്ചയ്ക്ക് വരാതിരുന്നത്? എൻ്റെ വിദ്യാഭ്യാസ സംഘടനകൾ എടുക്കാതിരുന്നത്? എൻ്റെ അധ്യാപക സംഘടന എടുക്കാതിരുന്നത്? അതിന് കാരണം ഇതൊക്കെ കമ്പിളി പൊതപ്പെട്ട് നമ്മൾ മൂടി വെച്ചേക്കുക. വല്ലപ്പോഴും ഒരു കനൽ ഇതിനെ ഒന്ന് പുറത്തേക്ക് വന്നാൽ അതിനെ വെള്ളം ഒഴിച്ച് കിടത്തും. ഇപ്പം അത്തരത്തിലൊരു ടെക്നിക്കിലേക്ക് കാര്യം വന്നിരിക്കുക. അതുകൊണ്ട് പിണറായി വിജയൻ ഈ പറഞ്ഞതുകൊണ്ട് ഒരു വിപ്ലവം കേരളം നടക്കുന്നില്ല. കാരണം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഇങ്ങനെയാണെന്ന് ഇപ്പോൾ കുറച്ച് കണ്ടുവന്ന, മുമ്പ് ഇതല്ല എന്നുള്ള മാനേജ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാലോ. അദ്ദേഹത്തിൻ്റെ കക്ഷി ഇവിടെ ഭരിച്ചിട്ടുണ്ട്. എന്താണ് ചെയ്തത്? എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, നെഗറ്റീവായ കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഇത് പറയുന്നു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് എന്തോ കുഴപ്പം ചെയ്യുന്നു, അപ്പോൾ മറ്റ് മാനേജ്മെൻറ്റുകൾ വളരെ മുമ്പേ കുഴപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫസൽ ഗഫൂർ സാർ പറഞ്ഞ പോലെ ഇത് തുടരുകയാണ്. ഇതിന് ഒരു വെള്ളമൊഴിച്ച് കിടത്താൻ, ഒരു പക്ഷേ ഈ ആവി ഒന്ന് കിടത്താൻ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയോട് കഴിഞ്ഞേക്കും എന്ന് മാത്രമേ ഞാൻ കാണൂ. പ്രൊഫസർ ഫ്രാൻസിസ് കളത്തിങ്കലിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ NM പിയേഴ്സൺ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീ NM പിയേഴ്സൺ, ഈ സ്വാശ്രയ മേഖലയിലെ ഫീസുമായി ബന്ധപ്പെട്ടും കരാർ ഒപ്പിടലുമായി ബന്ധപ്പെട്ടുമുള്ള ഘട്ടങ്ങളിൽ നിയമയുദ്ധത്തിലേക്ക് വരെ പോയ ഒരു വ്യക്തിയാണ് താങ്കൾ. അന്ന് താങ്കൾ ഈ ചാനൽ ചർച്ചകളിലൊക്കെ അതിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. നീതിക്ക് വേണ്ടി നീതിപീഠത്തെ സമീപിക്കുമ്പോൾ അതിൻ്റെ പേരിൽ പിഴശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന വിധി പ്രസ്താവങ്ങൾ വരെയാണ് കോടതികളിൽ നിന്ന് വന്നിട്ടുള്ളത്. ആ ഘട്ടത്തിൽ അങ്ങത് ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ നീതിപീഠത്തിൻ്റെ നീക്കങ്ങൾ അങ്ങനെ. ഒരു മുഖ്യമന്ത്രി പറയുകയാണ് ഇതൊരു നൈതികതയുടെ പ്രശ്നമാണ് എന്ന്. നൈതിക പ്രശ്നമായി ഇത് ചുരുക്കുകയാണോ ഇന്ന് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത്? അതായത് മിഷണറി കാലം മുതൽ വലിയ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി വിദ്യാഭ്യാസ രംഗത്ത് അർപ്പണബോധത്തോടെ പ്രവർത്തിച്ചു വന്ന പ്രസ്ഥാനമാണ് ക്രൈസ്തവ സഭ. മറ്റ് വിഭാഗത്തിൽപ്പെട്ടവർ, അബ്കാരികൾ അടക്കമുള്ള ആളുകൾ ലാഭേച്ഛ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് സ്വാശ്രയ മേഖലയിലേക്ക് വന്നു. അങ്ങനെ ഇവിടെ ഒരു വിപര്യം സംഭവിച്ചു. എന്നാൽ അതിൽ നിന്ന് മുൻകാല ചരിത്രത്തിൻ്റെ മികവ് കൊണ്ട് സ്വയം അകലം പാലിക്കേണ്ടിയിരുന്ന സഭയുടെ സ്ഥാപനങ്ങൾ വഴിപ്പെട്ടുപോയി. അപൂർവം ചിലർ മാത്രമാണ് ഇപ്പോഴും ആ നൈതികത മുറുകെ പിടിച്ച് നിൽക്കുന്നത്. സർക്കാരിന് ഇതൊക്കെ അറിയാം.
സർക്കാർ ഏജൻസിയും ഒന്ന് പരിശ്രമിച്ചു നോക്കി. പക്ഷേ പരാതിക്കാരില്ലാത്തതുകൊണ്ട് ഏജൻസിയും ഇപ്പോൾ വിശ്രമിക്കുകയാണ്. അതുകൊണ്ട് നൈതിക ബോധം ഉണർത്തൂ, ഇത്തരം പിഴവുകളെ തിരുത്താൻ നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങൂ എന്ന സാരോപദേശമാണോ ഈ രംഗത്തൊരു ഭരണാധികാരി മുന്നോട്ട് വെക്കേണ്ട പോംവഴി? തീർച്ചയായിട്ടും അല്ല എന്ന വളരെ സുവ്യക്തമായിട്ടുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം കേരളത്തിലെ സ്വാശ്രയ മാനേജ്മെന്റ് മേഖലകളിൽ നടക്കുന്ന അന്യായങ്ങൾ, അനീതികൾ അക്കമിട്ട് വളരെ വ്യക്തമായിട്ട് ഒരുപാട് ആളുകൾ ഗവൺമെന്റിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്, പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും അറിയാം ഇവിടെ വ്യാപകമായിട്ടുള്ള കൊള്ളയാണ് നടക്കുന്നതിൽ. അത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് മാത്രമല്ല, മുസ്ലിം മാനേജ്മെന്റും അതേപോലെ തന്നെ ഹിന്ദു മാനേജ്മെന്റും, എല്ലാ മാനേജ്മെന്റിനും ഒരൊറ്റ അജണ്ടയേ ഉള്ളൂ. ആ അജണ്ട ജനങ്ങളെ കൊള്ളയടിക്കുക അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ കൊള്ളയടിക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് അറിയുമ്പോൾ ഒരു ഭരണാധികാരിയുടെ ചുമതല എന്ന് പറയുന്നത് സാരോപദേശ പ്രസംഗമല്ല. വളരെ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ട് നിയമനിർമ്മാണങ്ങളിലൂടെയും അതുപോലെ നടപടികളിലൂടെയും ഇപ്പൊ നിലനിൽക്കുന്ന നിയമങ്ങൾ ഉപയോഗിച്ച് പോലും ഇവർക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടികൾ എടുക്കാനായിട്ട് തീർച്ചയായിട്ടും സർക്കാരിന് കഴിയുന്നതാണ്. അങ്ങനെ കഴിയേണ്ട സർക്കാർ അതിന്റെ ഇച്ഛാശക്തി കാണിക്കാത്തതിന്റെ ഫലമായിട്ടാണ് ഒരു കാര്യവും നടക്കാതെ പോകുന്നു. ഒരു കാര്യവും നടക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, കോടതികൾ നമ്മൾ ചെന്നാൽ കോടതികൾ വലിയ തോതിൽ ഇതിന്റെ മാഫിയ സംഘത്തിന്റെ പിടിയിൽപ്പെട്ട അനുഭവമാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ അതൊക്കെ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ മുന്നിൽ പോകാൻ ആളുകളില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ കൊല്ലം ഒരു എക്സെപ്ഷണൽ കേസ് മാത്രമാണ്. അതിക്ക് മുന്നും തന്നെ ഈ സ്വാശ്രയ കോളേജുകളിന് എതിരെ അവർ ഉയർത്തുന്ന ഫീസിനെതിരെ, അവരുടെ അനീതിക്കെതിരെ ഒന്നും കോടതിയിൽ ഒരു വിദ്യാർത്ഥിയും പോവില്ല. കാരണം അങ്ങനെ പോകുന്ന വിദ്യാർത്ഥിക്ക് പിന്നെ പഠിക്കാൻ പറ്റില്ല. കാരണം ഇന്റേണൽ അസസ്മെന്റ് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ആ വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസ ജീവിതം എന്ന് പറയുന്നത് എക്കാലത്തേക്കും അടഞ്ഞ അധ്യായമായിട്ട് അവർ മാറ്റിക്കളയും. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മെഡിക്കൽ കോളേജിലെ ഒരു വിദ്യാർത്ഥിനി ഇതേപോലെ കേസ് കൊടുത്ത് പ്രവേശനം നേടിയിട്ട് ആ കുട്ടിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എല്ലാ വർഷവും തോറ്റുകൊണ്ടിരിക്കും. അവസാനം വലിയ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി ആ കോളേജിൽ നിന്ന് മാറി വേറെ കോളേജിൽ ചെന്നതിന് ശേഷം മാത്രമാണ് ആ വിദ്യാർത്ഥിക്ക് വിജയിക്കാനായിട്ട് കഴിഞ്ഞു. ഈ അനുഭവമുള്ളതിന്റെ പേരിൽ ഒരൊറ്റ രക്ഷകർത്താവ് പോലും ഒരു പരാതിയും കൊടുക്കാൻ തയ്യാറാവില്ല. അത് സർക്കാരിന് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് പരാതി ഇല്ലാത്തതിന്റെ പേരിൽ നടപടിയെടുക്കുന്നില്ല എന്ന് പറയുന്നത് ഇതെന്താ വെള്ളരിക്കപ്പെടണം? സാരോപദേശം നടത്തുന്നതായിട്ടുള്ള മുഖ്യമന്ത്രി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യക്തമായി അറിയാവുന്നതായിട്ടുള്ള ഈ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നടപടിയെടുക്കുക. അങ്ങനെ നടപടിയെടുത്താൽ മാത്രമാണ് സ്വാശ്രയ മാനേജ്മെന്റിനെതിരെ എന്തെങ്കിലും തരത്തിൽ നമുക്ക് സംസാരിക്കാൻ പോലുമുള്ള അവസരം കേരളത്തിൽ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ദയവിത് ടെലിഫോൺ ലൈൻ തുടരുക. പ്രൊഫസർ ഫ്രാൻസിസ് കളത്തിങ്കൽ, മുഖ്യമന്ത്രി ഒരു കാര്യത്തിൽ ഇന്ന് ആർജവം കാട്ടി എന്ന് കരുതിക്കൂടെ? അതായത് ഈ ദേവഗിരി കോളേജിൻ്റെ വജ്ര ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കുകയാണ് അദ്ദേഹം. ഒരു എഴുതി തയ്യാറാക്കിയ പ്രസംഗമാണ് അദ്ദേഹം വായിച്ചു തുടങ്ങുന്നത്. പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് അതിൽ നിന്ന് മാറി ഈ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. ഈ കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം വീണ്ടും ആ എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് അദ്ദേഹം വരികയും ചെയ്യുന്നു. ഒരു മുഖ്യമന്ത്രിയും ഇതിനു മുൻപ് ഇത്രയും ആർജവത്തോടെ ക്ഷണിക്കപ്പെട്ട വേദിയിലെ ആ ക്ഷണിതാക്കളുടെ തന്നെ പോരായ്മകളും കുറവുകളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതികരിച്ചതായി നമ്മുടെ ആരുടെയും ഓർമ്മയിലില്ല. ഇത് വളരെ യാദൃച്ഛികമാണോ? പ്രത്യേകിച്ചും പിണറായി വിജയനെ പോലെ ഒരാൾ ചെയ്യുമ്പോൾ വരും ദിവസങ്ങളിൽ സർക്കാർ ഈ മേഖലയിൽ ഇപ്പോൾ വിജിലൻസിൻ്റെ നിസ്സഹായത ചൂണ്ടിക്കാട്ടുമ്പോൾ കൈയും കെട്ടി നിൽക്കാനായിരിക്കില്ല ഉദ്ദേശിക്കുന്നത്, അതിനേക്കാൾ കടന്ന നിലപാടുകളിലേക്കും തീരുമാനങ്ങളിലേക്കും പോകുന്നു എന്നതിൻ്റെ സൂചനയായിരിക്കുമോ ഇത്? അതുകൊണ്ട് ഏറ്റുമുട്ടലിലേക്കല്ല പോകുന്നത് എന്ന ആദ്യത്തെ ഒരു ആരോഗ്യകരമായ സന്ദേശം നൽകുന്നതിൻ്റെ അവസരമായി പിണറായി ഇന്നത്തെ സന്ദർഭത്തെ ഉപയോഗിക്കുകയായിരുന്നോ? എന്താണ് താങ്കളുടെ മനസ്സിലാക്കൽ? മുഖ്യമന്ത്രി പറഞ്ഞതിനോട് ആത്മാർത്ഥത പുലർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ആദ്യം ചെയ്യേണ്ടത് കോട്ടയത്തെ ടോംസ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പലിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത്. ഇത്രയേറെ പീഡനങ്ങൾ നടത്തിയ ഒരു സ്ഥാപനത്തിൻ്റെ മേധാവി കേരളത്തിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ആ വിഷയത്തിൽ, ഇപ്പോൾ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാതെ ഒരു വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്കെതിരെ മാത്രമാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുള്ളത്. ഇത് പറയുമ്പം എല്ലാ സർക്കാരുകളും ഇതിന് വഴിവെച്ചിട്ടുണ്ട്. LDFും UDFും ഒക്കെ മാറി മാറി അധികാരത്തിലിരുന്നുകൊണ്ട് ഈ സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവർ ഈ സാഹചര്യം ഉണ്ടാക്കിയിട്ട്
ഇപ്പം അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഭൂതത്തെ കുടത്തിൽ നിന്ന് പുറത്തേക്ക് തുറന്നു വിട്ടിട്ട് ഇപ്പം ആ ഭൂതത്തെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല, ആവാഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നത് ശരിയല്ല. സർക്കാരിനെ LDF ഗവൺമെൻറ്റിനെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടത് ഈ നാട്ടിലെ നിയമം നടപ്പിലാക്കുവാനാണ്. നിലവിലുള്ള നിയമ സംഹിതകളനുസരിച്ച് ഈ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കും. പക്ഷെ അത് ചെയ്യുന്നതിന് പകരം നിസ്സഹായത പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം മാനേജ്മെൻറ്റുകൾക്കെതിരെ തിരിയുന്നത് ശരിയല്ല. വസ്തുത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ ആളുകളും കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് മാത്രമല്ല മറ്റ് വിഭാഗങ്ങൾ ചെയ്യുന്നുണ്ട്. ദൗർഭാഗ്യവശാൽ ഇതിപ്പോൾ മുഖ്യമന്ത്രി ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജിലെ ഒരു ഫംഗ്ഷനിൽ വെച്ചാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ഥലവും സാഹചര്യവും നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ മറ്റ് വിഭാഗങ്ങളും കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ പണം, അതിൻ്റെ സാമ്പത്തിക ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ആരാണ്? നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെയുള്ള ഡിമാൻഡാണ് ദേശീയ വരുമാനത്തിൻ്റെ 10% വിദ്യാഭ്യാസത്തിന് വേണ്ടി നീക്കിവെക്കണം. പരിശോധിച്ച് നോക്കുക, ഓരോ വർഷം തോറും ബഡ്ജറ്റിൽ വിദ്യാഭ്യാസത്തിനും പൊതുജന ആരോഗ്യത്തിനും നീക്കിവെക്കുന്ന തുക വർഷം തോറും കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പൊതുവിദ്യാഭ്യാസം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ആ മറുവശത്ത് ഇതുപോലുള്ള ശക്തികളെ തുറന്നു വിടുന്നൊരു സാഹചര്യം, പ്രത്യേകിച്ച് 90കൾ മുതൽ ഇങ്ങോട്ട് ഈ DPPയുടെയും തുടർന്നുള്ള ആഗോളവൽക്കരണ നയങ്ങളുടെയും പരിണിത ഫലമായി വന്നിട്ടുള്ളത് സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഇന്ന് കമ്പോള ശക്തികളെ തുറന്നു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ താളത്തിനൊത്താണ് ഇന്ന് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേരിൽ നിന്ന് തുടങ്ങണം. ആ പ്രശ്നങ്ങളുടെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കണം. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. പ്രൊഫസർ ഫ്രാൻസിസ് കളത്തിങ്കൽ, ശ്രീ P. ബിജു, രണ്ട് കാര്യങ്ങൾ ഞാൻ തിരികെ എത്താം താങ്കളിലേക്ക്. സാർ, രണ്ട് കാര്യങ്ങൾ ബിജു. ഒന്ന്, ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറയുന്നു പരാതിക്കാരില്ല എന്ന്. ശരിയാണ്, ഇതൊരു പ്രത്യേക വൈദഗ്ധ്യത്തോടെ ചിലപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ബിജുവൊക്കെ ഒരുപാട് അടികൊണ്ടിട്ടുള്ളൊരു വിഷയമാണിത്. എന്നിട്ട് പോലും കൃത്യമായ കാര്യകാരണങ്ങൾ തെളിവ് സഹിതം കണ്ടെത്താൻ SFIക്കും കഴിയാതെ പോയിട്ടുണ്ട്. ഒരു